ആ വലിയ വാതിൽ തുറക്കുന്ന ശബ്ദം ഒരു പ്രകമ്പനമായി ഏതാനും ഞൊടിയിട അന്തരീക്ഷത്തിൽ വിറങ്ങലിച്ചു കിടന്നതായി ജോനാഥന് തോന്നി. അതീവ ഉത്കണ്ഠയോടെ അയാൾ തുറക്കപ്പെട്ട ആ വാതിലിലേക്ക് നോക്കി. ശരീരമാസകലം കറുത്ത വസ്ത്രങ്ങളും അണിഞ്ഞ് കനൽക്കട്ട പോലെ തിളങ്ങുന്ന കണ്ണുകളും വെളുത്ത നരച്ച മുടിയും വലിയ മേൽമീശയുമുള്ള ഒരു മെലിഞ്ഞ ഉയരമുള്ള ഒരു വൃദ്ധൻ വാതിൽക്കൽ നിന്നിരുന്നു. അയാളുടെ കയ്യിൽ ഒരു പഴയ മാതൃകയിലുള്ള ഒരു വെള്ളി വിളക്കുകൾ ഉണ്ടായിരുന്നു. കതക് തുറന്നപ്പോൾ ആ നാളം കാറ്റിലിളകി. അകത്തേക്ക് വരാൻ ജോനാഥനെ നോക്കി ആംഗ്യം കാട്ടിക്കൊണ്ട് ഒന്നാം തരം ഇംഗ്ലീഷിൽ കനത്ത മുഴങ്ങുന്ന ശബ്ദത്തിൽ വൃദ്ധൻ പറഞ്ഞു, "എൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം, ചെറുപ്പക്കാരാ. തികഞ്ഞ സ്വാതന്ത്ര്യത്തോടു നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിലും ഉള്ളിലേക്ക് കടന്നു വന്നാലും." തന്നെ സ്വീകരിക്കാൻ യാതൊരു ചലനവുമില്ലാതെ ഒരു പ്രതിമയെപ്പോലെ നിന്നിരുന്ന ആ മനുഷ്യൻ ജോനാഥൻ വാതിൽ കടന്നയുടൻ മുന്നോട്ട് നീങ്ങി. അയാളുടെ കൈ പിടിച്ച് കുലുക്കി. ആ ഷെയ്ക്ക് ഹാൻഡിൽ വേദന കൊണ്ട് പുളഞ്ഞുപോയ ജോനാഥൻ ഭീതിയോടെ ഞെട്ടി. ആ വൃദ്ധൻ്റെ കരങ്ങൾ മരിച്ചു മരവിച്ച ഒരു മനുഷ്യൻ്റെ മഞ്ഞുകട്ട പോലെ തണുത്തു തുറുത്ത കൈകൾ പോലെയുണ്ടായിരുന്നു. അയാൾ പിന്നെയും പറഞ്ഞു, "സ്വാതന്ത്ര്യത്തോടെ കടന്നു വരൂ, സുരക്ഷിതനായി മടങ്ങൂ. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഓർമ്മക്കായി എന്തെങ്കിലും വിട്ടിട്ട് പോകൂ." അയാളുടെ കൈകൊടുക്കലിൽ കാണപ്പെട്ട അമാനുഷിക ബലത്തെക്കുറിച്ചോർത്തപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന വണ്ടിക്കാരനെ പറ്റി ജോനാഥൻ ഓർത്തു. ഇവർ രണ്ടും ഒരാൾ തന്നെയല്ലേ എന്ന് സംശയം തോന്നുകയും ചെയ്തു. അയാൾക്ക് ഡ്രാക്കുള പ്രഭു എവിടെയാണ്? ജോനാഥൻ ചോദിച്ചു. വിനീതമായി ശിരസൽപ്പം കുനിച്ചുകൊണ്ട് വൃദ്ധൻ പറഞ്ഞു, "ഞാൻ തന്നെയാണ് മിസ്റ്റർ ജോനാഥൻ ഹാക്കർ. താങ്കൾ തിരക്കുന്ന ആൾ. വരൂ, നമുക്കകത്തേക്ക് പോകാം. പുറത്ത് ശക്തമായ തണുപ്പുണ്ട്. നിങ്ങളുടെ ഭക്ഷണവും വിശ്രമവും വളരെ ആവശ്യമാണിപ്പോൾ." പെട്ടെന്ന് അയാൾ വെള്ളിവിളക്ക് ഭിത്തിയിലെ ഒരു ആണിയിൽ തൂക്കിയിട്ട് ജോനാഥൻ്റെ പെട്ടികൾ കയ്യിലെടുത്തു. അത് തടഞ്ഞപ്പോൾ അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു, "വേണ്ട സാർ, ഇവിടെ നിങ്ങൾ എൻ്റെ അതിഥിയാണ്. വൈകിയതിനാൽ വേലക്കാരും സ്ഥലത്തുമില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എനിക്ക് അനുവാദം തരൂ." പെട്ടിയും തൂക്കി മുന്നോട്ട് നടന്ന ഡ്രാക്കുള പ്രഭുവിനെ ജോനാഥൻ പിന്തുടർന്നു. കുറച്ചുനേരം മുന്നോട്ട് പോയിട്ട് വളഞ്ഞുള്ള ഒരു കോവണി വഴി അവർ മുകളിലേക്ക് കയറി. അവിടെ വീതിയേറിയ ഒരു ഇടനാഴികയുണ്ടായിരുന്നു. അതിൻ്റെ ഒരറ്റത്ത് വിശാലമായ ഒരു മുറി തള്ളിത്തുറന്ന് പ്രഭു അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. നല്ല വെളിച്ചമുള്ള വിളക്കുകൾ അവിടെ കത്തിനിന്നു. ആ മുറിയുടെ നടുവിൽ ഭക്ഷണ സാധനങ്ങൾ വിളമ്പി അടച്ചുവെച്ച വലിയ ഒരു മേശയും ഒരു കോണിൽ പുതിയ വിറകു മുട്ടിക്കളിട്ട് തീ പിടിപ്പിച്ച് അഗ്നികുണ്ഡവുമുണ്ടായിരുന്നു. പ്രഭു പെട്ടിയും കെട്ടുകളും താഴെ വെച്ച് ഒരു നിമിഷം നിന്നു. പിന്നെ വാതിലുകൾ അടച്ചു ഭദ്രമാക്കി. ആ മുറിയിൽ നിന്നും വീണ്ടും മറ്റൊരു മുറിയിലേക്ക്, അവിടെ നിന്ന് അഷ്ടകോണുകൾ വേറൊരു മുറിയിലേക്കും അവർ കടന്നു. അകത്ത് കടന്ന ജോനാഥൻ അത്ഭുതം കൊണ്ട് മിടിച്ചുപോയി. ഭംഗിയായി സജ്ജീകരിച്ചിട്ടുള്ള ഒരു കിടപ്പുമുറിയായിരുന്നു അത്. "നിങ്ങൾക്ക് ക്ഷീണം മാറ്റാൻ ഒരു കുളി ആവശ്യമാണ്. വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. കുളിച്ച് റെഡിയായാലുടൻ മറ്റേ മുറിയിലേക്ക് വരിക. അവിടെ അത്താഴം ഒരുക്കിയിട്ടുണ്ടാവും." പ്രഭുവിൻ്റെ സ്നേഹം നിറഞ്ഞ സ്വീകരണവും പെരുമാറ്റങ്ങളും ജോനാഥൻ്റെ ഭയത്തെ 90% ദൂരീകരിച്ചു. മനസ്സ് ശാന്തമായപ്പോഴാണ് അയാൾ വിശപ്പറിഞ്ഞത്. പെട്ടെന്ന് കുളിച്ച് ഒരുങ്ങി അയാൾ തൊട്ടടുത്ത മുറിയിലേക്ക് ചെന്നു. മേശയിൽ അത്താഴം വിളമ്പി വെച്ചിരുന്നു. പ്രഭു തീക്കുണ്ഡത്തിനരികിൽ നിൽക്കുകയായിരുന്നു. ജോനാഥൻ കടന്നു ചെന്നപ്പോൾ മേശയുടെ സമീപത്തേക്ക് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, "നിങ്ങൾക്കിഷ്ടം പോലെ ഭക്ഷണം കഴിക്കാം. നിങ്ങളുടെ കൂടെ കൂടാൻ കഴിയാത്തതിൽ എന്നോട് ക്ഷമിക്കുക. എൻ്റെ ഭക്ഷണം നേരത്തെ കഴിഞ്ഞു. അല്ലെങ്കിൽ സാധാരണ ഞാൻ അത്താഴം ഉണ്ണാറില്ല." ജോനാഥൻ ഭക്ഷണത്തിനിരിക്കും മുമ്പേ വക്കീൽ ഹോക്കിൻസ് കൊടുത്തയച്ച കത്ത് പ്രഭുവിന് നേർക്ക് നീട്ടി. കത്ത് തുറന്ന് ഗൗരവത്തോടെ പ്രഭു വായിച്ചു. പിന്നെ ഒരു ചെറുപുഞ്ചിരിയോടെ കത്ത് ജോനാഥനെ തന്നെ ഏൽപ്പിച്ചിട്ട് വായിക്കാൻ പറഞ്ഞു. അതിലെ ഒരു ഭാഗത്ത് തന്നെപ്പറ്റി പരാമർശമുള്ളത് ജോനാഥൻ ശ്രദ്ധിച്ചു. "അടിക്കടി വാതരോഗത്തിനടിമയാകാറുള്ളതുകൊണ്ട് ഒരു നീണ്ട യാത്ര തനിക്കാവില്ല. താങ്കളുടെ നാട്ടിൽ വരാൻ കഴിയാത്തതിൽ ഖേദമുണ്ട്. എങ്കിലും എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുള്ള ഒരു
പ്രതിനിധിയെ ഞാൻ അങ്ങോട്ടയക്കുന്നു. സമർത്ഥനും വിശ്വസ്തനും സ്വന്തം നിലയിൽ കഴിവുകളുള്ളയാളുമാണ് ജോനാഥൻ ഹാക്കർ. പ്രായേണ നിശബ്ദനാണെങ്കിലും വിവേചനപൂർവം പെരുമാറുന്നവനും എൻ്റെ കീഴിൽ പണിയെടുത്ത പ്രാപ്തനായ ഒരാളുമാണിദ്ദേഹം. നിങ്ങളുടെ ആഗ്രഹമനുസരിച്ച് എന്തു സഹായവും ചെയ്തു തരാൻ സന്നദ്ധമാണിദ്ദേഹം. ഭക്ഷണം കഴിഞ്ഞപ്പോൾ പ്രഭു തന്നെ വന്ന് പാത്രങ്ങൾ നീക്കി. മികച്ച രീതിയിൽ പാകപ്പെടുത്തിയിരുന്ന കോഴിക്കറിയും ചീസും സലാഡുമൊക്കെ നന്നായി ഭക്ഷിച്ചു. ഭക്ഷണത്തിനിടയിൽ പ്രഭു അയാളോട് പലവിധ ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാത്തിനും തൃപ്തികരമായ മറുപടി ജോനാഥൻ പറഞ്ഞു. വഴി വെച്ച് തനിക്കുണ്ടായ അനുഭവങ്ങളും സംഭാഷണത്തിനിടയിൽ സൂചിപ്പിക്കാൻ അയാൾ മറന്നില്ല. ഊണ് കഴിഞ്ഞ് നേരിപ്പൊടിനരികിലെ കസേരയിൽ ഇരിക്കാൻ ജോനാഥനെ പ്രഭു ക്ഷണിച്ചു. വിലയേറിയ ഒരു ചുരുട്ട് വലിക്കാനും നൽകി. താൻ പുകവലിക്കാറില്ലെന്ന് പറഞ്ഞ് പ്രഭു ഒഴിഞ്ഞുമാറി. നേരിപ്പോടിനരികിൽ നിൽക്കുന്ന ഡ്രാക്കുള പ്രഭുവിനെ ശരിക്ക് ശ്രദ്ധിച്ചു പഠിക്കാൻ ജോനാഥന് അവസരം കിട്ടിയതും അപ്പോഴായിരുന്നു. കരുത്തുള്ള മാംസപേശികൾ വെളിഞ്ഞു മുറുക്കി ഒട്ടും മാംസളമായ മുഖമല്ലായിരുന്നു പ്രഭുവിൻ്റേത്. നീണ്ടുയർന്ന ആ നാസികയും വളഞ്ഞ മൂക്കും പരന്നുയർന്ന നെറ്റിത്തടവും ചെന്നിക്കളിൽ നിന്നും വളർന്നു പിന്നോട്ട് വകഞ്ഞു വെച്ചിട്ടുള്ള മുടിയും ഗംഭീരമായിരുന്നു. ഇതിനിടയിൽ പുരികക്കൊടികൾ മൂക്കിനു മേൽഭാഗത്ത് വെച്ച് കൂട്ടിമുട്ടുന്നതായിരുന്നു. ചുരുണ്ടിയിരുന്ന രോമങ്ങൾക്ക് കരുത്തേറിയുള്ളതായിരുന്നു തോന്നിച്ചു. തടിച്ച മേൽമീശയും കീഴെ കാണപ്പെട്ട നേർത്ത ചുണ്ടുകളും വായ ക്രൂരതയെ പ്രതിഫലിപ്പിക്കുന്ന മട്ടിൽ വെളിഞ്ഞു മുറുകിയിരുന്നു. പ്രത്യേക തരത്തിൽ വെളുത്ത പല്ലുകൾ കൂർത്ത തെല്ല് പുറത്തേക്കുന്തിയ മട്ടിൽ ചുവന്ന തടുത്ത ചുണ്ടുകൾക്കിടയിൽ കാണപ്പെട്ടു. അദ്ദേഹം ചെവിയുടെ അഗ്രഭാഗം ക്രമാധികം കൂർത്ത് മുഖമൊക്കെ വല്ലാത്ത വിളർച്ച ബാധിച്ചിരുന്നു. ഒറ്റ നോട്ടത്തിൽ ആ മനുഷ്യൻ അതിശക്തനും ധീരനും നിർദ്ദയനും മൃഗീയ സ്വഭാവമുള്ളവനുമായി തോന്നിക്കുമായിരുന്നു. പ്രഭുവിൻ്റെ കൈപ്പത്തികൾ നേരത്തെ കണ്ടപ്പോൾ വെളുത്ത മിനുത്ത തോന്നിച്ചുവെങ്കിലും ഇപ്പോൾ അത് പരുക്കനായി ചുക്കിത്തുളിഞ്ഞതായും തോന്നി. അത്ഭുതകരമായ ഒരു കാഴ്ച കൂടി ജോനാഥൻ ശ്രദ്ധിച്ചു. പ്രഭുവിൻ്റെ ഉള്ളംകൈയിലും രോമങ്ങളുമുണ്ടായിരുന്നതിനാണത്. തടിച്ച നീണ്ട മുഴുത്ത അസ്ഥികളോടുകൂടിയ വിരലുകളിൽ കൂർത്ത മൂർച്ചയേറിയ നഖങ്ങളുണ്ടായിരുന്നു. പ്രഭു അടുത്തു വന്ന് ജോനാഥൻ്റെ തോളിൽ കൈയമർത്തിക്കൊണ്ട് അയാളെ മുട്ടിയുരുമി നിന്നപ്പോൾ അറിയാതെ ജോനാഥൻ്റെ ഇടനെഞ്ചിൽ ഒരു ഞെട്ടലുണ്ടായി. തന്നോട് സംസാരിക്കാൻ പ്രഭു തലയൽപ്പം കുനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഉയർച്ച മനം പുരട്ടുന്ന ദുർഗന്ധവും അയാളുടെ കുടലുമറിച്ച. അത് ശ്രദ്ധിച്ചതുകൊണ്ടാവാം പ്രഭു പെട്ടെന്ന് പിൻവാങ്ങി. അതവരെ കാണാതിരുന്ന അദ്ദേഹത്തിൻ്റെ കോമ്പല്ലുകൾ കാണത്തക്ക വിധം ഒരു ചിരി ചിരിച്ചിട്ട് വീണ്ടും അദ്ദേഹം തൻ്റെ സീറ്റിൽ പോയിരുന്നു. വല്ലാത്തൊരു നിശ്ചലതായിരുന്നു അവിടെ. താഴെ എവിടെയോ നിന്ന് എണ്ണമറ്റ ചെന്നായ്ക്കളുടെ ഓരിയിടൽ ശബ്ദം. പ്രഭുവിൻ്റെ കണ്ണുകൾ വല്ലാത്തൊരു ഭാവത്തിൽ അപ്പോൾ തിളങ്ങി. അദ്ദേഹം ആഹ്ലാദത്തോടെ പറഞ്ഞു, കേട്ടില്ലേ മിസ്റ്റർ ഹാക്കർ, ആ ശബ്ദം? രാത്രിയുടെ ഓമനകളുണർത്തുന്ന സംഗീതമാണത്. അത് കേട്ട് ഞെട്ടലോടെ നിന്ന ജോനാഥൻ മുഖത്തു നോക്കി പ്രഭു വീണ്ടും പറഞ്ഞു, താങ്കൾ വല്ലാത്ത ക്ഷീണിതനായിരിക്കും. ഇനിയൊന്നുറങ്ങാം. എത്ര വൈകും വരെ വേണമെങ്കിൽ താങ്കൾക്കുറങ്ങാം. ഞാൻ ഉച്ചവരെ അകലെ ഒരിടത്തായിരിക്കും. വിനയത്തോടെ ഒരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുറിയുടെ കതക് തുറന്ന് ജോനാഥൻ കിടപ്പുമുറിയിലേക്ക് നടന്നു. പിറ്റേ ദിവസം വളരെ വൈകിയാണ് അയാൾ ഉണർന്നത്. 2 ദിവസത്തെ യാത്രാക്ഷീണമെല്ലാം പോകും വരെയുള്ള ഒറ്റയുറക്കം. പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ഊണുമുറിയിലേക്ക് വന്നു ജോനാഥനെ കാത്തു. പ്രഭു വെച്ചിട്ട് പോയ ഒരു കാർഡ് ഇരിപ്പുണ്ടായിരുന്നു. ആ കാർഡ് എടുത്ത് അയാൾ നോക്കി. ഞാൻ കുറച്ചു നേരത്തേക്ക് സ്ഥലത്തുണ്ടാവില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കുക, ഡ്രാക്കുള. ഹൃദ്യമായ ലഘുഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്നത് ജോനാഥൻ വയറ് നിറയെ കഴിച്ചു. ഭക്ഷണത്തിനു ശേഷം വേലക്കാരെ വിളിച്ച് മേശ വൃത്തിയാക്കണമെന്നുദ്ദേശിച്ച് അവരെ വിളിക്കാൻ കോളിംഗ് ബെല്ലന്വേഷിച്ചെങ്കിലും അവിടെ അങ്ങനെയൊന്നും കാണാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അവിടെ പ്രത്യക്ഷത്തിൽ കാണുന്ന അളവറ്റ സമ്പത്തിൻ്റെ നില വെച്ചു നോക്കുമ്പോൾ
പല പോരായ്മകളും പ്രഭുവിൻ്റെ കോട്ടയിലുണ്ടെന്ന് ജോനാഥന് തോന്നി. ഭക്ഷണമേശയിലെ പാത്രങ്ങളെല്ലാം സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അവിടുത്തെ കുഷ്യനുകളും ജനൽക്കർട്ടനുകളും മറ്റും വിലയേറിയതും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്നവയുമായിരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആ കോട്ടയിലെ ഒരു മുറിയിലും ഒരു നീലക്കണ്ണാടി കാണാതിരുന്നത് ജോനാഥന് അത്ഭുതമായിരുന്നു. കൊണ്ടുപോന്ന ചെറിയ കണ്ണാടി ഉണ്ടായിരുന്നതുകൊണ്ട് മുഖം നോക്കി മുടി ചീകലും മറ്റും നടന്നു. ജോനാഥൻ അവിടെയെല്ലാം വ്യക്തമായി തിരക്കിയെങ്കിലും ഒരു വേലക്കാരനെയോ ചുറ്റുപാടുകളിൽ ഏതെങ്കിലും ഒരു മനുഷ്യജീവിയോ കാണാൻ കഴിഞ്ഞില്ല. ഇടയ്ക്കിടെ കേൾക്കുന്ന ചെന്നായ്ക്കളുടെ കരച്ചിലൊഴിച്ചാൽ അവിടെയെങ്ങും നിതാന്ത നിശബ്ദമായിരുന്നു.